ദിനുവിൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പരാതി വരുന്നു, അത് കള്ളമെന്ന് തെളിഞ്ഞിട്ട് പോലും ഒരു സ്ത്രീക്കെതിരെ ഇത്രയും മോശം പെരുമാറ്റം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതവർ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും അവിടെയും വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നു. ദിനു അന്വേഷിച്ചതിൽ നിന്ന് എന്താണ് ഈ സംഭവത്തിൽ തെളിഞ്ഞു വരുന്നത്? ഇങ്ങനെയും ഉണ്ട് എന്ന് അറിയുന്നത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. നമ്മൾ ഇതിനു മുൻപും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാർജിനലൈസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മോഷ്ടാക്കളായി മുദ്രകുത്തുന്ന ഇടപെടലുകൾ കണ്ടതാണ്. പിങ്ക് പോലീസ് കേസിനകത്തും 8 വയസ്സുകാരിയായ കുട്ടിയാണ് പൊതുമധ്യത്തിൽ വെച്ച് പോലീസ് അപമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായി ഒരു പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗം പോലും നടത്താതെ വളരെ കൃത്യമായി ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും വളരെ മോശമായ രീതിയിലാണ് ഇവരോട് പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ളം ഒരു വ്യക്തിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള മാന്യതയുണ്ട്. ആ മാന്യത പോലും ലഭിക്കാതെയാണ് ഇവരോട് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ടാണ്. സ്റ്റേറ്റ് ഇവരെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ട് നടത്തിയതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. ഒപ്പം ആരൊക്കെയാണ് ഇവരോട് മോശമായി പെരുമാറിയിട്ടുള്ളത് വളരെ കൃത്യമായി പോലീസിന്റെ ഇടപെടൽ എങ്ങനെ വേണമെന്ന് കേരള പോലീസ് ആക്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. സമാനമായി തന്നെ സുപ്രീം കോടതി കാലാകാലങ്ങളിൽ എങ്ങനെയാണ് ഒരു കുറ്റാരോപിതനായ വ്യക്തിയോട് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എഡോ എന്ന വിളി പോലും പാടില്ല, എഡോ എഡി എന്ന വിളി പോലും പാടില്ല എന്നതടക്കമുള്ള വിധിന്യായങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിനെല്ലാം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ സസ്പെൻഷനിലേക്ക് നീങ്ങുകയും തുടർന്നുള്ള അച്ചടക്ക നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കേണ്ടതുമാണ്. ശരി, വളരെ നന്ദി ദിനു. ശ്രീ ദിനുവേൽ പ്രതികരിച്ച